ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ടു കിച്ചൺ പലാസോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ക്രീമി വൈറ്റ് ചിക്കൻ പാസ്തയാണ്. നമ്മൾ പാസ്ത ഷോപ്സിൽ നിന്നൊക്കെ വാങ്ങുന്ന സെയിം ടേസ്റ്റുള്ള പാസ്തയാണ് നമ്മൾ ഇന്നിവിടെ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഇതിനു വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് 450 ഗ്രാം 450 ഗ്രാം മക്രോണിയാണ്. ഇത് ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ്. 1 കപ്പ് ഉപ്പിട്ട് വേവിച്ച ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒനിയൻ സവാള ചോപ്പ് ചെയ്തതാണ്. ഇതൊരു 3 മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തതാണ്. അതായത് ഒരു 2 കപ്പ് അളവ് വരും. നീളത്തിലരിഞ്ഞ യെല്ലോ ആൻഡ് റെഡ് ക്യാപ്സിക്ക 1 കപ്പ് എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 കപ്പ് നിറയെ മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. ഇത് ഒരു 170 ഗ്രാം ഉണ്ട്. 3 ടേബിൾ സ്പൂൺ ക്രീം ചീസ്, പിന്നെ വേണ്ടത് 350 ml 350 ml കുക്കിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീമോ അതോ ഫ്രഷ് ക്രീമോ അല്ല കേട്ടോ, കുക്കിംഗ് ക്രീം. ഇതാ കണ്ടോ, കുക്കിംഗ് ക്രീമാണ് വേണ്ടത്. ആദ്യം തന്നെ നമ്മൾ ചൂടായ പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കുകയാണ്. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മളിതൊന്ന് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് വാടിയ ശേഷം ഇതിലേക്ക് നമുക്ക് നീളത്തിൽ അരിഞ്ഞ യെല്ലോ ആൻഡ് റെഡ് ക്യാപ്സിക്ക ഇട്ട് കൊടുക്കാം. ഗ്രീൻ ക്യാപ്സിക്ക ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ യെല്ലോ ആൻഡ് റെഡ് ആവുമ്പോൾ ഒരു കളർഫുള്ളായിരിക്കും. ഇനി നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ പെപ്പർ പൗഡറാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഇനി 1 ടീസ്പൂണ് ലാസ്റ്റിലും നമ്മൾ ആഡ് ചെയ്യും. പിന്നെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ ഞാനത് പറയാൻ വിട്ടുപോയി. വൈറ്റ് പെപ്പർ പൗഡർ ആണെങ്കിൽ വളരെ നല്ലത്. ഇനി നമ്മളിതിലേക്ക് വേവിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ വെറും ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് ഇത് വേവിച്ച് വെച്ചത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലിട്ട വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്കാവാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ക്രീം ചീസ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് 350 ml കുക്കിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ കുക്കിംഗ് ക്രീമും പിന്നെ മൊസറല്ല ചീസും കൂടെയാണ് കേട്ടോ പാസ്തയ്ക്ക് കറക്റ്റ് ആ പാസ്തയുടെ ടേസ്റ്റ് നൽകുന്നത്. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പ് ടേസ്റ്റ് നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കണം, കാരണം എല്ലാ ഐറ്റംസും നമ്മൾ ഉപ്പിട്ട് വേവിച്ചതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇനി ഈ സ്റ്റേജിലാണ് നമ്മുടെ മെയിൻ ഐറ്റം മക്കറോണി ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് പല ഷേപ്പിലുള്ള മക്കറോണീസും അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പുള്ളത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഇത് നമ്മൾ വെറും ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. 450 ഗ്രാം ഉണ്ട്. ഇനി മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ 170 ഗ്രാമാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ കൂട്ടിയെടുക്കാം കേട്ടോ. കൂട്ടിയെടുത്ത് കഴിഞ്ഞാൽ നല്ല സ്റ്റിക്കി ആയിട്ടുള്ള പാസ്ത തന്നെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ഈ ലാസ്റ്റ് സ്റ്റേജിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതിപ്പോൾ നല്ല സ്റ്റിക്കി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് കുറച്ച് ക്രീമി ടൈപ്പായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചില്ലേ ചിക്കന്, അതിൻ്റെ വെള്ളമാണിത്. ഇത് 1/2 ഗ്ലാസ് ഉണ്ട്. ഇനി അഥവാ അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി. ഇപ്പം നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇപ്പം കണ്ടത് നല്ല ക്രീമി ആയിട്ടിരിക്കുന്നു. ഇത് കുറച്ച് സമയം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ടൈറ്റ് ആവും. അപ്പം നമ്മൾ കുറച്ചും കൂടി കുക്കിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തുകൊണ്ട് വീണ്ടും ഇതിനെ ലൂസാക്കി എടുക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പെർഫെക്റ്റ് ടേസ്റ്റിലുള്ള പാസ്തയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. അതുകൊണ്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക. ഇനി ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.